രാത്രി ആകുമ്പോഴേക്കും അവിടെ എത്തും പോരെ. ഫോൺ വെച്ചിട്ട് പോയി കിടന്നുറങ്ങ്. ഓട്ടോ അടുത്തുള്ള ടൗണിൽ പ്രവേശിച്ചു. ബസ് സ്റ്റാൻഡ് മുമ്പിൽ നിർത്തി. അവൾ ബാഗ് തുറന്ന് കാശ് എടുക്കുമ്പോൾ അവൻ കണ്ണുകൊണ്ട് അരുതെന്ന് കാണിച്ചു. അവൻ്റെയും അവളുടെയും കാശ് അവൻ തന്നെ കൊടുത്തു. ഓട്ടോ പോയ ഉടനെ അവൾ ചോദിച്ചു, താനെന്തിനാ എൻ്റെ പൈസ കൊടുത്തത്? എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഇയാൾ കാശ് വേറെ കൊടുത്താ ആ ഓട്ടോക്കാരൻ എൻ്റെ തന്തയ്ക്ക് വിളിച്ചേനെ. താനെന്തിനാ ഭാര്യയാണെന്ന് പറഞ്ഞേ? അല്ലെങ്കിൽ കാണായിരുന്നു, രാത്രിക്ക് ആ മലമുകളിൽ നിൽക്കേണ്ടി വന്നേനെ. അതിന് ഭാര്യ എന്ന് പറയണോ, പെങ്ങളാണെന്ന് പറഞ്ഞൂടെ? വേണ്ട, അമ്മൂമ്മയെന്ന് പറയുന്നു. സോറി, അടുത്ത തവണ പറയാം. എൻ്റെ കൊച്ചെ, അറിയാതെ വായിൽ നിന്ന് വീണതാ. ഇന്നത്തെ കാലത്ത് ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ല. അവൻ നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് എന്തോ ഓർത്തിട്ട് അവളോട് ചോദിച്ചു, അല്ല തൻ്റെ വീട് ഇവിടെ അടുത്താണോ? അല്ല, ഇവിടുന്ന് ബസ്സിന് പോകണം. താഴ്ത്തിരുന്ന് പറയും. ഇവിടെ ബസ് ഇറങ്ങി വീണ്ടും ഓട്ടോ പിടിക്കണം. ആയിക്കോട്ടെ. അവൻ തിരിഞ്ഞിറങ്ങു. ഹലോ, ഒരു മിനിറ്റ്. എന്താ? ഇന്നാ ഓട്ടോയുടെ കാശ്. അവൾ 100 രൂപ എടുത്ത് നീട്ടി. ഇത് മുഴുവൻ വേണ്ട, 40 രൂപയെ വേണ്ടു. എൻ്റെ കയ്യിൽ ചേഞ്ച് ഇല്ല. എൻ്റെ കയ്യിലും ഇല്ല. സാരമില്ല, ബാക്കി താൻ വെച്ചോ. എനിക്ക് വേണ്ട, അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അത് യേശു ക്രിസ്തു പറഞ്ഞല്ലേ? അതെന്താ, എൻ്റെ അമ്മക്ക് പറഞ്ഞൂടെ? ഒന്ന് പിടിക്കടോ, നേരം പോകുന്നു. അവൾക്ക് ക്ഷമ കിട്ടു. വാ, ബസ് സ്റ്റാൻഡിൽ ഏതെങ്കിലും കടയിൽ നിന്ന് ചില്ലറ മാറാം. അവൻ്റെ പിറകെ അവൾ നടന്നു. ബസ് സ്റ്റാൻഡിൽ അവിടെ നാട്ടിലേക്ക് പോകുന്ന ബസ് നിൽക്കുന്നിടത്ത് ആളുകൾ കുറവാണ്. ബസ് അവിടെ ഇല്ല. അന്വേഷിച്ചപ്പോൾ അരമണിക്കൂറാകുമെന്ന് പറഞ്ഞു. പ്രതീക്ഷ ആകെ സങ്കടത്തിലായി. ഇന്ന് വീട്ടിലെത്തിയ അമ്മ കൊല്ലും. ഫോൺ ചാർജ് ചെയ്ത് സ്വിച്ച് ഓഫായി. 2 പൊതി കപ്പലണ്ടിയുമായി അവൻ വന്നു. ഒരു പൊതിയും 60 രൂപയും അവൾക്ക് നേരെ നീട്ടി. നോ താങ്ക്സ്, കാശ് മാത്രം മതി. അതെന്താ, കപ്പലണ്ടിയോട് ദേഷ്യമാണോ? ഞാനിതിൽ മയക്കുമരുന്നും ചേർത്തിട്ടില്ല. ദാ ആ കാണുന്ന ചേട്ടൻ്റെ കടയിൽ നിന്ന് വാങ്ങിയതാ. അവൾ മിണ്ടാതെ വാങ്ങി. അല്ല, തൻ്റെ ബസ് എവിടെ? ഇപ്പോൾ വരും. തനിക്കെന്താ ജോലി? ഒരു ടെക്സ്റ്റൈൽസിൽ അക്കൗണ്ടൻ്റ് ആണ്. ജോലിക്ക് പോയി വരുമോ? ഇറങ്ങാൻ ലേറ്റായി. അപ്പം ഞായറാഴ്ച ലീവൊന്നുമില്ലേ? ഓണ സീസൺ ആയതുകൊണ്ടില്ല. തൻ്റെ പേരെന്താ? പ്രതീക്ഷ. ആഹാ, നല്ല പേര്. എൻ്റെ നാട്ടിൽ ഇതേപോലെ ഒരു ബാറുണ്ട്. അവൾ കോപത്തോടെ അവനെ നോക്കി. എൻ്റെ പേര് സഞ്ജു, ഒരു മൊബൈൽ ഷോപ്പ് നടത്തുക. അവൻ ഷെയ്ക്കാനായി കൈനീട്ടി. അങ്ങനെ ടച്ച് ചെയ്തുള്ള പരിപാടിയൊന്നും വേണ്ട. ഇത്രയും നേരം എൻ്റെ മടിയിൽ നിന്ന് വന്നതിന് പ്രശ്നമില്ല അല്ലേ? ഇതൊക്കെ ഏത് നൂറ്റാണ്ടിൽ നിന്ന് വരുന്നു ദൈവേ. അവൻ അവിടെയുള്ള ചെയറിലിരുന്നു. കുറച്ചു നേരം ഒന്നും മിണ്ടാതിന് ശേഷം പ്രതീക്ഷ അവൻ്റെ അരികിൽ പോയിരുന്നു. എടോ, ഒന്ന് ഫോൺ തരാമോ? അമ്മയെ വിളിച്ച് പറയാനാ. അവൻ ഫോണെടുത്ത് ലോക്ക് ഓൺ ആക്കി അവൾക്ക് നേരെ നീട്ടി. അവൾ അമ്മയുടെ നമ്പർ ഡയൽ ചെയ്തു. അമ്മേ, ഞാനാ. നീ എവിടെ പോയി കിടക്കുവാടി? എത്ര നേരമായി വിളിക്കുന്നു? എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേ? അമ്മ, ബസ് കംപ്ലൈൻ്റ് ആയി, വന്നോണ്ടിരിക്കുക. 1 മണിക്കൂറിൽ അവിടെ എത്തും. നിന്നോട് 100 തവണ പറഞ്ഞിട്ടുണ്ട് ഇത്രയും ദൂരം ജോലിക്ക് പോകണ്ടാന്ന്. ഒന്നും കേൾക്കരുത്. നീങ്ങുവാ, വെച്ചിട്ടുണ്ട് ഞാൻ. മൻസൂറിനെയും കൂട്ടി ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കാം. ഈ സമയത്ത് വേറെ വണ്ടിയൊന്നും കിട്ടൂല, ശ്രദ്ധിച്ചു വാ. അടുത്ത വീട്ടിലെ മൻസൂർ ഓട്ടോ ഡ്രൈവറാണ്. അമ്മ ഫോൺ വെച്ചു. ചെറു ചിരിയോടെ അവൾ ഫോൺ അവന് നേരെ നീട്ടി. അല്ല, ലോകത്തുള്ള എല്ലാ അമ്മമാരും ഇങ്ങനെയല്ലേ? എങ്ങനെ? മക്കൾ എത്ര വലുതായാലും അവർക്ക് കൊച്ചു പിള്ളേരാ. താനെല്ലാം കേട്ടോ? ഞാൻ ഒളിഞ്ഞു കേട്ടോന്നല്ല. തൻ്റെ അമ്മ ചീത്ത വിളിക്കുന്ന ബസ് സ്റ്റാൻഡിന് പുറത്ത് ലോട്ടോ വിളിക്കുന്ന ചേട്ടൻ വരെ കേട്ടിട്ടുണ്ടാവും. അവൾക്ക് നാണം തോന്നി. ഇയാൾ എവിടേക്ക് പോവാ? എൻ്റെ കൂട്ടുകാരൻ്റെ മാരേജാണ് നാളെ. ഇവിടെ അടുത്ത് തന്നെ. എൻ്റെ അമ്മയും ഇതേപോലെയാണ്. നേരത്തെ ഓട്ടോയിൽ ഇരുന്ന പോകുന്നതിൽ ഇടയ്ക്കിടെ വിളിച്ച് ചീത്ത പറയും. എന്നെ കാണാതിരിക്കാൻ വയ്യായിട്ടാണ് കേട്ടോ. ഒറ്റ മോനായി പോയില്ലേ. പ്രമീള എന്ന് വിളിച്ചത് ഇയാളുടെ അമ്മയാണോ? അമ്മയെ പേരെ വിളിക്കുക? എൻ്റെ അമ്മയെങ്ങാനാണ് ഈ ചൂലെടുത്ത് അടിച്ചേനെ. അമ്മയും ഞാൻ ബെസ്റ്റ് ഫ്രണ്ട്സാ. വേറെ ആരുമില്ല, അതുകൊണ്ടായിരിക്കും. ഇയാൾ പിന്നെ എന്താ കല്യാണം വീട്ടിൽ പോവാതെ ഇവിടെ ഇരിക്കുന്നത്? തൻ്റെ ബസ് വരട്ടെ, എന്നിട്ട് പോവാം. ഒന്നുമില്ലെങ്കിലും കുറച്ചു നേരം എൻ്റെ ഭാര്യയായിരുന്നവളല്ലേ. ദേ വേണ്ട കേട്ടോ. അവൾ വിരൽ ചൂണ്ടി. അവളുടെ ബസ് മെല്ലെ വന്നു നിന്നു. അവൾ കയറി സീറ്റിലിരുന്നു. അവൻ പുറത്തുകൂടെ അവളുടെ അരികിലെത്തി. എടോ, വീട്ടിലെത്തി എനിക്കൊരു മെസ്സേജ് അയക്ക്. തൻ്റെ അമ്മയുടെ ഫോണിൽ എൻ്റെ നമ്പർ ഉണ്ടാവില്ലേ? അങ്ങനെ ഇയാൾ എൻ്റെ നമ്പർ എടുക്കണ്ട. വേണ്ട, വേറെ വല്ലവരുടെയും ഫോണിൽ നിന്ന് വിളിച്ചാൽ മതി. എൻ്റെ ഒരു മനസ്സമാധാനത്തിനാ. നോക്കട്ടെ. ബസ് മെല്ലെ പുറത്തേക്ക് നീങ്ങി. അവൻ പ്രതീക്ഷയോടെ നോക്കി കൈവീശി. അവളൊരു പുഞ്ചിരിയോടെ സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു.